കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ, വിപ്ലവ സൂര്യൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരം നടക്കാനിരിക്കുന്നുള്ളൂ. അതിന് മുമ്പ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വീഡിയോകളൊക്കെ പ്രചരിക്കുന്നു. അതായത് വി.എസ്. അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം അവിടെ പൊതുദർശനത്തിനായിട്ട് വെക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൻ്റെ അടുത്തൂടെ വരുന്നു, എന്നിട്ട് അന്തിമ ദർശനം നടത്തുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കമൻറ്റ്. പക്ഷേ അങ്ങോട്ടേക്ക് നോക്കുക പോലും ചെയ്യാതെ പോകുന്നു. അവസാന നിമിഷം പോലും പിണറായിക്ക് വി.എസിനെ ഇഷ്ടമല്ല എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ ഒരു തരംഗമായി പടരുന്നു. മരിച്ച ദിവസം തന്നെ എല്ലാവരും കൂടെ ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ, അതായത് മകൻ അരുൺകുമാറിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ, ഇവിടെ ആർക്കും നിൽക്കാൻ സ്ഥലമില്ല, നിങ്ങളെല്ലാവരും പിരിഞ്ഞു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പാർട്ടി പ്രവർത്തകരെയൊക്കെ ഒഴിവാക്കി എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അവസാന കാലത്ത് പോലും വി.എസ്. പാർട്ടിയിലെ ചിലരുടെ നിർബന്ധം മൂലം ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. അല്ല, വി.എസ്. ഒറ്റപ്പെട്ടത് ഈ മലപ്പുറം സമ്മേളനം, അതാണല്ലോ പാർട്ടി കോൺഗ്രസ്. അതെ, അതിൽ പാർട്ടി സമ്പൂർണമായും പിണറായിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയ ആ നിമിഷം വി.എസ്. ഒറ്റപ്പെട്ടു കഴിഞ്ഞു. പിന്നെ വി.എസിന് പാർട്ടിക്കകത്ത് വി.എസ്. ആഗ്രഹിക്കുന്ന രീതിയിലോ വി.എസിൻ്റെ അനുയായികൾ അഭിലഷിച്ചിരുന്ന തരത്തിലോ ഉള്ള ഒരു സ്വാധീനം ഒരിക്കലും പിന്നെ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വി.എസിനോട് അടുപ്പം പുലർത്തിയിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ എല്ലാ നേതാക്കളും ഘട്ടം ഘട്ടമായി അവഗണിക്കപ്പെട്ടു. എറണാകുളത്തുള്ള ശർമ്മ, ചന്ദ്രൻപിള്ള, കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ മേഴ്സിക്കുട്ടിയമ്മ, പിന്നെ ആലപ്പുഴ സുജാത, ഇങ്ങനെ ഒരുപാട്, എത്ര പേരെങ്കിലും നമുക്ക് പേര് പറയാൻ പറ്റും എല്ലായിടത്തും. പിന്നെ മറ്റേ ഇത് DYFIയുടെയും SFIയുടെയും നേതാക്കളായിരുന്ന വിഭാഗങ്ങൾ, അത് ആർക്കെല്ലാം പിണറായി വിജയന് അഭിമതൻ എന്ന് പറഞ്ഞാൽ വി.എസിനോട് ആർക്കെല്ലാം താല്പര്യം ഉണ്ടായിരുന്നു, ആ താല്പര്യം ഉണ്ടായിരുന്നവരോട് ഒരുതരം വിപ്രതിപത്തി തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഈ പിണറായി പക്ഷത്തിനുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്സിസത്തിൽ പകയുണ്ട്. അത് ആ സിദ്ധാന്തത്തിൽ അന്തർലീനമായിട്ടുള്ള പകയാണ്. നിങ്ങൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് നേതാവിനെ വേണമെങ്കിലും എടുത്തു നോക്കൂ, ആ നേതാക്കന്മാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പകയുടെ ഇരകളാവുകയും പക സൂക്ഷിക്കുകയും ചെയ്തവരാണ്. റഷ്യയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ലെനിൻ അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ എന്ന് അദ്ദേഹത്തിന് തോന്നിയവരോട് ഒരു ദയവും കാണിക്കാതെയാണ് അദ്ദേഹം അവരെല്ലാം ഓരോ തരത്തിൽ ഉന്മൂലനാശം വരുത്തിയത്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ ലെനിൻ മഹാനായിരുന്നു, സ്റ്റാലിൻ അങ്ങനെ ചെയ്തില്ല എന്നല്ല. അല്ല, പാർട്ടി ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതും പാർട്ടിക്കൊരു ഏകാധിപത്യ സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുന്നതും ലെനിനാണല്ലോ. പാർട്ടി ഭരണഘടന ശരിക്കും ലെനിൻ്റെ സൃഷ്ടിയാണ്, മാർക്സിൻ്റെ സൃഷ്ടിയല്ലല്ലോ. ആ ഭരണഘടനയിൽ ഇത് അന്തർലീനമാണ്, പക അന്തർലീനമാണ്. ആ പകയുടെ ഇരയായിട്ട് മാറിയിട്ടുള്ളവരുണ്ട്, ഒരുപാട് പേരുണ്ട്. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിൻ, ലെനിനെ തുടർന്ന് വന്ന സ്റ്റാലിൻ, ലെനിൻ എന്തെല്ലാം കാര്യങ്ങൾ തുടങ്ങി വെച്ചോ അതെല്ലാം അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ച ആളാണ് സ്റ്റാലിൻ. പക്ഷേ ക്രൂഷ്ചേവിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് സ്റ്റാലിനൈസേഷൻ ലൈൻ അവതരിപ്പിക്കുകയാണ്, സ്റ്റാലിൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട്. ആ സ്റ്റാലിൻ തെറ്റാണ് എന്ന് പറഞ്ഞ സ്റ്റാലിനൈസേഷൻ ലൈൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് സ്റ്റാലിൻ മരിക്കുന്നത്. സ്റ്റാലിൻ മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് 9 പേരാണ് എന്ന് ആ ശവസംസ്കാര ചടങ്ങ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് ഞാനിപ്പോൾ മറന്നുപോയി. അദ്ദേഹം വലിയ ഒരു അധ്യാപകനായിരുന്നു. ഈ MBA എന്ന് പറയുന്ന സംവിധാനം ഇവിടെ കൊണ്ടുവന്ന കക്ഷിയാണ് അദ്ദേഹം. അതിന് സാക്ഷിയായിരുന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ ഒരു അനുസ്മരണം പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടുണ്ട്. സാർ, ഇപ്പോൾ ഈ 2005 സാറ് പറഞ്ഞ പോലെ മലപ്പുറം സമ്മേളനം നടക്കുന്നത്. തൊട്ടടുത്ത വർഷം വി.എസ്. അച്യുതാനന്ദൻ 80ാമത്തെ വയസ്സിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറുകയാണ്. അതോടുകൂടി വീണ്ടും മുഖ്യമന്ത്രി എന്ന നിലയിൽ ആ പാർട്ടിയിൽ വലിയൊരു ആധിപത്യം സ്ഥാപിച്ചു എന്നല്ലേ നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ മരണസമയത്ത് പോലും ആ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ വി.എസിനോട് ഒരു മനസ്സിലെങ്കിലും പക വെച്ച് പുലർത്തുന്നു എന്ന് ഇപ്പോൾ പറയാൻ പാടുണ്ടോ എന്നറിയില്ല. പക്ഷേ അങ്ങനെയാണ് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. അല്ല, അങ്ങനെയല്ല. അത് ഒരു രഹസ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ, അതൊരു രഹസ്യമായിട്ടുള്ള കാര്യമല്ല. ആ കുപ്രസിദ്ധമായൊരു പ്രസംഗമില്ലേ, ബക്കറ്റിലെ വെള്ളത്തിൽ തിരയുണ്ടായില്ല എന്ന് പറയുന്ന കാര്യം.
അത് വി എസിനെ ഇരുത്തിക്കൊണ്ട് ആണ് അത് പറഞ്ഞത്. ചില വി എസിനെ അതിനകത്ത് ഉപമിച്ചിരിക്കുന്നത് ബുദ്ധിയില്ലാത്ത വിവേകമില്ലാത്ത കുട്ടികളോടാണെന്നും കൂടി മനസ്സിലാക്കണം. അതെ, ബുദ്ധിയും വിവേകമില്ലാത്ത കുട്ടികൾ വിചാരിക്കും ഈ സമുദ്രത്തിൻ്റെ ഭാഗമായി വെള്ളം നിൽക്കുമ്പോൾ മാത്രമാണ് അതിന് തിരയാകാൻ കഴിയുന്നത്, അത് ബക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ തിരയാകില്ല എന്നാണ്. അതിലൊരു ചെറിയ വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബക്കറ്റിലും തിരയുണ്ട്, ആ തിര സമുദ്രത്തിലുള്ള തിരയുടെ അത്രയും വലിപ്പം ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. തിരയില്ലാതെ ആകുന്നില്ല. കാരണം തിരയുണ്ട്, വെയ്വ് എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ സ്വഭാവമാണ്. ഒഴുകുന്ന വെള്ളത്തിൻ്റെ സ്വഭാവമാണ് തരംഗം എന്ന് പറയുന്നത്. ആ തരംഗം എവിടെ വെള്ളമുണ്ടോ അവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ കടലോരത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്കിത് പെട്ടെന്ന് കാണാൻ കഴിയും. പക്ഷേ പുഴയോരത്ത് നിൽക്കുന്ന സമയത്ത് ചെറിയ ചെറിയ അലകളായിട്ടിത് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ നിശബ്ദമായി അല്ലെങ്കിൽ ഒരു അലയും ഇല്ലാതെ വെള്ളം ഇരിക്കുന്നു എന്ന് പറയുമ്പോഴും വെള്ളത്തിൽ ഈ തരംഗമുണ്ട്. കാരണം തരംഗം വെള്ളത്തിൻ്റെ ഒരു സ്വഭാവമാണ്. അതറിയാതെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കഥ പറഞ്ഞത് എന്ന് വേണം ഊഹിക്കാനായിട്ട്. അത് വി എസിനെ ചെറുതാക്കാൻ വേണ്ടിയും ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയും പറഞ്ഞതാണ്. അതിന് വി എസ് മറുപടി പറയുകയും ചെയ്തു. കൊണ്ടും കൊടുത്തുമാണ് ഇവർ രണ്ടുപേരും നീങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ പിണറായി വിജയൻ്റെ ഒരു നേട്ടം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി എസ് അച്യുതാനന്ദനെ പോലെ ഇത്ര പവർഫുള്ളായ ഒരു നേതാവ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നിന്നപ്പോഴും ആ പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ നേട്ടം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഡീസ്റ്റാലിനൈസേഷൻ ലൈൻ എന്നാണ് അത് അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ. അത് തന്നെപ്പോൾ എല്ലാവരും സ്റ്റാലിനെതിരായി. അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നവൻ എതിർക്കപ്പെടേണ്ടവനും വെറുക്കപ്പെടേണ്ടവനുമാണ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു രീതിയാണ്. ആ രീതിയുടെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധികാരി എന്ന് പറയും, സർവാധികാരി എന്ന് പറയുന്നത് പിണറായി വിജയനായതുകൊണ്ട് പിണറായി വിജയന് ഇഷ്ടമില്ലാത്തവരോട് അനിഷ്ടം കാണിക്കുക എന്നുള്ളത് പിണറായിയോട് കൂറ് പുലർത്തുന്ന എല്ലാവർക്കും ആവശ്യമായതുകൊണ്ട് അവരും അതിൽ കൂടിച്ചേരും. ഇപ്പോൾ ഇത് നേരത്തെ സിനുജി പറഞ്ഞാൽ അത് ഞാനും ശ്രദ്ധിച്ചാണ്. കാരണം ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മുഖം നോക്കുന്നില്ല. നടന്നു പോകുമ്പോൾ ഒരു നിമിഷം നിന്ന് അദ്ദേഹത്തിന് അവിടെ ഈ ടി വിയുടെ മുമ്പിലുമൊക്കെ ഒരു ആദരവ് അർപ്പിക്കുക എന്ന് പറയുന്ന ചടങ്ങ്, അത് പാർട്ടി നേതാവ് എന്നൊക്കെയല്ല, ആ മരിച്ചു കിടക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക്, ഒരു മുൻ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കൊടുക്കേണ്ട അനിവാര്യമായ ആദരവാണ്. പാർട്ടി നേതാവ് എന്നുള്ള അവരുടെ ഇൻറ്റേർണൽ പ്രശ്നമാണ്. അച്യുതാനന്ദന് ഇന്നിപ്പോൾ കിട്ടുന്ന ഈ ആദരവെന്ന് പറഞ്ഞാൽ പാർട്ടി നേതാവ് എന്ന നിലക്ക് മാത്രം കിട്ടുന്നൊരു ആദരവല്ല. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ അതുമാത്രമല്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മറ്റ് പ്രതിപക്ഷ നേതാക്കളിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തിരുന്നു. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാക്കൾ അസംബ്ലിക്കകത്ത് പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു പ്രസ്താവന എഴുതി പ്രസിദ്ധീകരിക്കുകയോ അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തുകയും ചെയ്യുക എന്നത് മാത്രമായിരുന്ന രീതി. അച്യുതാനന്ദൻ ഈ പ്രതിപക്ഷ നേതാവായപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങൾക്ക് നടുക്ക് മുഖ്യമന്ത്രി അവിടെ ചെന്ന് പ്രതികരിക്കുന്ന ഒരു രീതി അവലംബിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് സൂര്യനെല്ലി കേസിൽ ആ കുടുംബത്തെ പുള്ളി അവിടെ പോയത്, കിളിരൂർ കേസിൽ പുള്ളി അവിടെ പോയത്, മുത്തങ്ങ സംഭവത്തിൽ പുള്ളി ചെന്നത്, പെമ്പിളை ഒരുമ സംഭവത്തിൽ പുള്ളി ചെന്നത്, ഇങ്ങനെ ഒരുപാട്, പിന്നെ ഈ വെട്ടിനിരത്താൻ വേണ്ടി പുള്ളി നേതൃത്വം കൊടുത്തത്, ഇതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പുള്ളിയുടെ ശ്രമങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെല്ലാം പുള്ളി നയിച്ചിരുന്നത് ഫീൽഡിലേക്ക് പോയിട്ടാണ്. അത് ഒന്ന് പറഞ്ഞു തരട്ടെ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹം വരുത്തിയ ഒരു മാറ്റമാണ്. അതുവരെ ഒരു പ്രതിപക്ഷ നേതാവും ചെയ്യാതിരുന്നത്. ആൻ്റണിയോട് എന്താണ് ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആൻ്റണി പറഞ്ഞത് 5 കൊല്ലം ഭരിക്കാൻ അവരെ ജനങ്ങൾ ബോധ്യം എടുത്തതല്ലേ, അവർ ഭരിക്കട്ടെ എന്നാണ്. അങ്ങനെയുള്ളൊരു പ്രതിപക്ഷ പ്രവർത്തനത്തിൽ നിന്ന് മാറിയിട്ട് ഒരു ആക്റ്റീവ് ആൻഡ് ഡൈനാമിക് ഒപ്പോസിഷൻ എന്ന നിലക്ക് അതിനെ മാറ്റുകയും കോണ്ടെക്സ്റ്റ് ഓറിയൻറ്റഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാറ്റി എന്നുള്ളത് വി എസ് അച്യുതാനന്ദൻ്റെ സവിശേഷതകളിൽ ഒന്നാണ്. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരം. അപ്പോൾ ആ ഒരു പീരീഡ് കഴിഞ്ഞിങ്ങോട്ട് വന്നതിന് ശേഷം പിന്നീട് ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞപ്പോഴേക്ക് ഇദ്ദേഹം ഇതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു.
പലപ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം മറന്നുപോയിട്ടുണ്ട്. അതും ഒരു വസ്തുതയാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് കൂടി താൻ തന്നെയാണ് എന്ന രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശീലമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കാരണം വേറെ ഒരുപാട് ദുരന്തങ്ങളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അതും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ബാക്കി എല്ലാ മഹത്വം പറയുമ്പോഴും കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരമില്ല. ആകെ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നൊരു കാര്യം, അദ്ദേഹം അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ എതിരായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അഴിമതി രഹിതനായ ഒരു മനുഷ്യനായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തനായ നേതാവെന്ന് അറിയപ്പെട്ടത് EMS നമ്പൂതിരിപ്പാട്. ആ EMS നമ്പൂതിരിപ്പാടിനെ വെല്ലുവിളിച്ചയാളെന്നാണ് VS അച്യുതാനന്ദനെ പിന്നീട് അറിഞ്ഞത്. ആ EMSൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ചില കാര്യങ്ങൾ പാർട്ടി സെക്രട്ടറി ആയപ്പോൾ VS ചെയ്തു. അങ്ങനെ പവർഫുള്ളായിട്ടുള്ള ഒരു VSന് അത് കണ്ടുപഠിച്ച് വളർന്ന പിണറായി വിജയൻ ആ ഒരു ബഹുമാനമെങ്കിലും നൽകേണ്ടതായിരുന്നില്ലേ? അല്ല, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയില്ല. കാരണം ഒരാളെ അവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാലിനെ ആരെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ? പിന്നീട് ക്രൂഷ്ചേവ് അധികാരത്തിൽ നിന്ന് പോയിട്ട് പിന്നെ വന്ന ബ്രഷ്നേവാണ്. ബ്രഷ്നേവ് ക്രൂഷ്ചേവിനെ ബഹുമാനിച്ചിട്ടില്ല. മാവോയ്ക്ക് ശേഷം വന്നവർ മാവോയെ ബഹുമാനിച്ചിട്ടുണ്ടോ? ഇല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തത്തിൽ അങ്ങനെ ഇവരെ ആദരിച്ച് കൊണ്ടു നടക്കുന്ന ഒരു രീതിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് പിണറായി വിജയൻ്റെ മാത്രം ഒരു സവിശേഷതയല്ല, എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെയും ഒരു സവിശേഷതയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല. അത് പിണറായി മാത്രം ചെയ്തതാണ് എന്ന നിലക്ക് പിണറായിയെ കുറ്റം പറയാൻ വേറെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇതൊരു കുറ്റം, അത് കമ്മ്യൂണിസത്തിൻ്റെ ശീലമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. 12 കൊല്ലക്കാലം VS സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട്. 1-2 അല്ല, 12 കൊല്ലം. ആ 12 കൊല്ലം VS അദ്ദേഹത്തിന് അഭിമതരല്ലാത്ത എല്ലാത്തിനെയും വെട്ടിനിരത്തി ഒതുക്കി ശരിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അന്ന് കൂടെ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. അന്ന് കൂടെ പിണറായി വിജയൻ, ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും തന്നെ അന്ന് VSൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് ആ വെട്ടിനിരത്തലിൻ്റെ ഭാഗമായിട്ടാണ് CITU പക്ഷം എന്നറിയപ്പെടുന്ന ഒരു വൻ വിഭാഗത്തെ KN രവീന്ദ്രനാഥ്, O ഭരതൻ, MM ലോറൻസ്, സുശീല ഗോപാലൻ, ഇങ്ങനെ പറയാവുന്ന ഒരു വൻ സംഘത്തെ VS വെട്ടിനിരത്തിയിട്ടുണ്ട്. അവർക്കാർക്കും VS കൊടുക്കേണ്ട ഒരു പരിഗണനയും കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ VSന് ഇത് കിട്ടണില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ VS കൊടുത്തിട്ടുണ്ടോ? ഇല്ല. EMSനോട് ഫൈറ്റ് ചെയ്ത ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം തന്നെയാണ്. കാരണം സർവപ്രതാപത്തിലും EMS നിൽക്കുമ്പോൾ EMSനെതിരെ ആരും ഒരക്ഷരവും പറയാതിരുന്ന കാലത്ത് EMSനെതിരെ സംസാരിച്ച് നിന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. എൻ്റെ അടുത്ത് ഒരിക്കൽ ഒരു സംഭാഷണത്തിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ MV രാഘവൻ. അതെന്താണെന്ന് വെച്ചാൽ MV രാഘവന് ആദ്യമായിട്ട് രാഘവന് മാർക്സിസ്റ്റ് പാർട്ടി നിരോധനം ഏർപ്പെടുത്തിയിട്ട് ആ നിരോധനം ലംഘിച്ചുകൊണ്ട് MV രാഘവന് പ്രസംഗിക്കാൻ ഒരു അവസരം കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥയുടെ 20ാം വർഷം ആചരിക്കുന്നൊരു സന്ദർഭം സാഹിത്യ പരിഷത്തിലെ ഹാളിൽ അന്ന് MP വീരേന്ദ്രകുമാറുണ്ട്, MV രാഘവനുണ്ട്, P രാജനുണ്ട്. ഇങ്ങനെ ഡിക്ലെയർഡ് ശത്രുക്കളായിട്ടുള്ള ഒരുപാട് പേര് ഒരുമിച്ച് പങ്കെടുത്ത ഒരു മീറ്റിംഗാണ്. മീറ്റിങ്ങിൻ്റെ സംഘാടകരിൽ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ഇവർ MV രാഘവൻ വന്നു കഴിഞ്ഞാൽ തല്ലാണ്. പോലീസിൻ്റെ DYFIക്കാർ വന്നിട്ട് ബഹളം ഉണ്ടാക്കി തല്ലുണ്ടാക്കും. അപ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ AP വർക്കി ചേട്ടനായിരുന്നു. വർക്കി ചേട്ടൻ്റെ അടുത്ത് പോയി കണ്ട് സംസാരിച്ച് ഞാനാണ് സംസാരിക്കുന്നത്. ഇങ്ങനൊരു സംഭവമുണ്ട്, അടിയന്തരാവസ്ഥ കാലത്തുള്ള സംഗതിയാണ്, അതിൻ്റെ കാര്യമാണ്. അപ്പോൾ ദയവ് ചെയ്തിട്ട് അയാളെ പ്രസംഗിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പ്രസംഗിക്കാൻ അനുവദിച്ചാണ്. അന്ന് അദ്ദേഹത്തെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ EMSനേക്കാൾ കവിഞ്ഞ അംഗീകാരമോ കയ്യടിയോ ആർക്കെങ്കിലും കിട്ടുന്നത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. MV രാഘവൻ അന്ന് അക്കാലത്ത് തീപ്പൊരിയായിരുന്നു. രാഘവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സിനാണ് യാത്ര. ട്രാൻസ്പോർട്ട് ബസ്സിന് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും വല്ല സംഘർഷം ഉണ്ടെന്ന് കഴിഞ്ഞാൽ അവിടെ ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങി ആ സംഘർഷത്തിന് തീ പകർന്നിട്ട് പോകുന്ന തരത്തിലുള്ള ഒരു തീപ്പൊരി നേതാവായിരുന്നു. അപ്പോൾ അന്ന് ഈ MV രാഘവൻ പ്രസംഗിക്കുന്ന യോഗങ്ങളിൽ EMSനേക്കാൾ കൂടുതൽ കയ്യടി കിട്ടിക്കൊണ്ടിരുന്ന ഒരാൾ MV രാഘവനായിരുന്നു.
അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാവരും എം വി രാഘവൻ്റെ ശത്രുവായിട്ടുണ്ടെന്നും EMS അത് പിന്നീട് തൻ്റെ അടുത്ത് ക്ഷമിച്ചിട്ടില്ല എന്നും രാഘവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു രീതിയാണ്. കാരണം ഈ എല്ലാ പ്രശംസയും എല്ലാ തരത്തിലുള്ള അംഗീകാരവും പരമകാരുണികനും ലോകാലോകങ്ങളുടെ സൃഷ്ടാവുമായ അല്ലാഹുവിന് മാത്രം എന്ന് ഖുർആൻ പറയുന്നത് പോലെ എല്ലാ പ്രശംസയും എല്ലാ കയ്യടിയും എല്ലാ മഹത്വവും പാർട്ടി സെക്രട്ടറിക്ക് അധികാരപ്പെട്ടതാണെന്നാണ് അന്നത്തെ സങ്കല്പം. ആ പാർട്ടി സെക്രട്ടറിക്ക് അധികാരപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അച്യുതാനന്ദന് എടുത്തിട്ടുള്ളത്. അച്യുതാനന്ദനെക്കുറിച്ച് നമ്മൾ ഇപ്പോൾ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് ഹൈപ്പർബലെ എന്ന് ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, അത്യുക്തി കൊണ്ട് ഇപ്പോൾ മുഖരിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊക്കെ പറയുമ്പോഴും ഈ അച്യുതാനന്ദൻ സെക്രട്ടറി ആയിരുന്ന 12 കൊല്ലം കേരളത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളുണ്ടല്ലോ, പാർട്ടി കൊലപാതകങ്ങൾ, അതിൽ നിന്ന് അച്യുതാനന്ദൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? കഴിയില്ല. പക്ഷേ പിന്നെ ഉണ്ടായിരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അച്യുതാനന്ദന് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. 80 വയസ്സിന് ശേഷം ഒരു പുതിയ രൂപത്തിലേക്ക് ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു നേതാവ് ഉദിച്ചുയർന്നിട്ടുണ്ടെങ്കിൽ അച്യുതാനന്ദൻ മാത്രമാണ്. 80 വയസ്സിന് ശേഷമാണ് അച്യുതാനന്ദൻ്റെ യഥാർത്ഥത്തിലുള്ള അച്യുതാനന്ദൻ്റെ ഒരു രൂപം നമുക്ക് തെളിഞ്ഞു വരുന്നത്. സാധാരണഗതിയിൽ 80 വയസ്സാകുന്ന സമയത്ത് എല്ലാവരും ഈ കട്ടയും പടവും മടക്കി പോകുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിലാണ് അച്യുതാനന്ദൻ ശരിക്കും ഉയർത്തെഴുന്നേറ്റ് വന്നതും. ആ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്ന് മാത്രമല്ല ഒരു ഏകാംഗ സൈന്യത്തെ പോലെ തന്നെ നീങ്ങിയതും. അതിന് ഈ അവസരം ഒരുക്കി കൊടുത്തവരുടെ പേര് വിവരത്തിൽ പറയുന്ന ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഷാജഹാൻ, പിന്നെ ജോസഫ് മാത്യു IT, KN ഹരിലാൽ ഇക്കണോമിക്സ്, ഒരു കുഞ്ഞികൃഷ്ണൻ എൻവിറോൺമെൻറ്റ്, ഇങ്ങനെ പിന്നെ G ശക്തിധരൻ രാഷ്ട്രീയം. ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു VSനെ സൃഷ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ സാറ് പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ VSനോട് പിണറായി ചെയ്തത് കാലത്തിൻ്റെ കാവ്യനീതിയാകാം അല്ലേ? അല്ല, അങ്ങനെയല്ല. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രീതിയാണത്. ഇന്നിപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും പരമശക്തനായ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ MV ഗോവിന്ദൻ എന്ന് ആരും പറയില്ല. MA ബേബി എന്ന് സിനുജു പോലും പറയില്ല, കൊല്ലംകാരനാണെങ്കിലും പറയില്ല. പക്ഷെ എല്ലാവരും പറയുന്ന ഒരു പേരേ ഉള്ളൂ. അതാരാണ്? അത് പിണറായി വിജയനാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പരമശക്തനായ നേതാവ് പിണറായി വിജയനാണ്. പക്ഷെ ആ പിണറായി വിജയന് പോലും പിണറായി വിജയൻ്റെ ഒരു അഹങ്കാരം കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു ഷോ കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ നടത്താമായിരുന്നാണ്. പക്ഷെ അത് വേണ്ടെന്ന് വെച്ചാണ്. VSൻ്റെ കാര്യത്തിൽ അത് വേണ്ടെന്ന് വെക്കാതിരുന്നതിൻ്റെ കാരണം VSൻ്റെ അപാരമായ ജനസമ്മതിയെ പിണറായി ഭയന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.